ഹലോ ഡിയേഴ്സ്, അപ്പോൾ SR വേൾഡിൻ്റെ വിഷു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ കണിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പടക്കൊക്കെ പൊട്ടിക്കാൻ പോവുകയാണ്. ചക്കരല്ലേ റോട്ടിലിട്ട് എന്താ കത്തിച്ച് നോക്കി കറക്കി വിടണം. അതൊക്കെ തിന്നുമാണോ? ഉറക്കെ എഴുന്നേറ്റ് പാടാൻ എൻ്റെ സൗണ്ടൊന്നും ക്ലിയർ അല്ല കേട്ടോ. അതാണ് എന്തോ ഒരു പോലെ ഇരിക്കുന്നേ. ശ്രീനു രാവിലെ എഴുന്നേറ്റ് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവളെ ഭേദ ഗുണ്ട ഈ പൊത്തിക്കാനോ? അധികം പടക്കമൊന്നും വാങ്ങിച്ചിട്ടില്ല. കുറച്ച് കമ്പിത്തിരി, മത്താപ്പം, അതുപോലെ തന്നെ ചെറിയൊരു മാലപ്പടക്കം വാങ്ങിച്ചിട്ടുള്ളൂ. ഓലപ്പടക്കം അറിയില്ല. ചേച്ചി അതാ കമ്പിത്തിരി അടക്കം കത്തിക്കുന്നു. അല്ല, കമ്പിത്തിരിയുടെ പൂത്തിരി. ശ്രീനുവിന് കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഒതുങ്ങിയിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. പേടിച്ചിട്ട് നിക്ക്. ഓ, കൈ പൊള്ളിയോ? അതാണ് പോയത്. ഇനി വേണ്ടേ ഒന്നുകൂടി കത്തിക്കേ. ചൈനീസ് പടക്കം. അപ്പുറത്തുനിന്നൊക്കെ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ചൈനീസ് പടക്കമാണ് ഇപ്പോൾ പൊട്ടിക്കുന്നത്. കത്തിക്കണ്ട ഇതേപോലത്തെ കത്തിക്കണ്ട. ഞാൻ എന്താ പേടിയാവും ഈ കമ്പി. ശ്രീകുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പടക്കം പൊട്ടിക്കുക, കമ്പിത്തിരി കത്തിക്കുക, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ചൈനീസ് പടക്കല്ലേ?
കമ്മിയല്ലേ സാറിന്റെ മക്കൾ അല്ല പറക്കം മാത്രമേ ഉള്ളൂ. കുളി കഴിഞ്ഞോ കേട്ടോ. ഞാൻ പടക്കം മാത്രമേ ഉള്ളൂ ചോദിച്ചത് എന്താ കൈനീട്ടൊന്നും ഇല്ലേന്നാണ്. പക്ഷേ ശ്രീകുട്ടി വിചാരിച്ചത് കഴിക്കാൻ സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ട് എന്നുള്ളതാണ്. ശ്രീകുട്ടി കാല് പിടിച്ചോ? അച്ഛനെ ശ്രീ കാല് പിടിച്ച അച്ഛനെ അച്ഛനെ കാല് പിടിക്ക്. എനിക്കുണ്ടല്ലോ ഏറ്റവും എന്റെ ഉണ്ടികയിലാണ് ഞാൻ എന്റെ വിഷു കഴിഞ്ഞിട്ട് ഇട്ടത്. ആദ്യത്തെ വിഷു കഴിഞ്ഞിട്ട് വിഷു കഴിഞ്ഞിട്ടോ അങ്ങനെയല്ല, ഈ വർഷം ആദ്യമായിട്ടാണ് ഉണ്ടികയില് ഞാൻ വിഷു കഴിഞ്ഞിട്ട് ഇടുന്നത്. അപ്പൊ ഫസ്റ്റ് വിഷു കഴിഞ്ഞിട്ട്, ഫസ്റ്റ് എന്ന് പറഞ്ഞാ ഈ വർഷത്തില് ഈ വിഷുല അച്ഛനാണ്. അപ്പൊ ആ ഇത് പെട്ടെന്ന് തന്നെ ഞാൻ അയച്ചു. ഞാൻ കണ്ണൊക്കെ ഞാൻ അവിടെ ഫോട്ടോ എടുത്തു. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അച്ഛമ്മടെ പോവും. അച്ഛമ്മ എന്റെ അവിടെ കുഞ്ഞുമോളെ അപ്പൊ കണ്ണ് എഴുതും ഞാൻ. ഒന്നുമില്ല അതൊക്കെ എഴുതും അവിടെ ചെന്ന. ഇവിടെ സൂപ്പർ ആയിരിക്കും. വെയിലിരിക്കണം. പക്ഷെ ഇത് ഞാൻ പിടിച്ചാൽ വെയിൽ ഇനിയും മറികടന്നു പോകുകയാണ്. ഞങ്ങളെ നടക്കുള്ളൂ. അപ്പൊ ശ്രീന് മാത്രമേ ഉള്ളൂ വണ്ടിയിൽ അച്ഛനും കൂടെ കണ്ണെഴുതണേ. അപ്പൊ എന്ത് ചെയ്യാ? അവിടെ ഞങ്ങൾ നടന്നോളേ. നമുക്ക് നടക്കാം. അത് വേണ്ട. രണ്ടുപേരും വണ്ടിയിൽ പോവാൻ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. നടക്കാനാണ് ആകെ താല്പര്യം. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ദൂരം ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് വരെ ശ്രീകുട്ടി നടന്നു. ഞങ്ങൾ വണ്ടിയിൽ പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ശ്രീനുവിനെ വണ്ടിയിൽ കയറ്റിയിട്ട് ഏട്ടൻ കൊണ്ടുപോയി. അമ്പലത്തിലൊക്കെ ഒന്ന് പോവാന്ന് കരുതി അമ്പലത്തിൽ പോവാണ്. എന്റെ ബാക്കിൽ നിന്നിട്ട് കോമഡി പറയാൻ ഒരാളിരിക്കുന്നുണ്ട്. അതിനെന്താണ് ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ അവിടുന്ന് ഞാനും അമ്മയും അതുപോലെ തന്നെ പെങ്ങളുടെ കുട്ടി കുഞ്ഞുമോള് ഞങ്ങൾ അതുപോലെ തന്നെ ശ്രീകുട്ടി ഞങ്ങൾ നടന്നു പോയിട്ടോ. ശ്രീനും അതുപോലെ ഏട്ടനും കൂടി വണ്ടിയിൽ ബൈക്കിൽ അങ്ങോട്ട് പോയി. പാടത്തെത്തിയപ്പോണ്ടല്ലോ ഒരു വണ്ടി കത്തിക്കരിഞ്ഞ് നിൽക്കുന്നു. എങ്ങനെ പറ്റി, ആരുടെ വണ്ടി, ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ നല്ല രസമുള്ള യാത്രയാണ്. ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോവാട്ടെ ചെയ്യാ. ഇവിടെ ഒരാൾ നല്ലോണം എന്താ ഇതൊക്കെ ഉണ്ട്, ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പുത്തനാക്കാവിൽ എത്തിയിട്ടോ. പുത്തനാക്കാവിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൊഴുതു പെട്ടെന്ന് ഇറങ്ങി. അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല.
പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് വണ്ടിയിൽ കയറാൻ പറഞ്ഞ രണ്ടുപേരും കേൾക്കുന്നില്ല കേട്ടോ. രണ്ടുപേരും വാശി പിടിച്ച് എൻ്റെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട്. നമുക്കിനി ശിവൻ്റെ അമ്പലത്തേക്കും കൂടി പോകണം. അവിടെ ഒരു കയറ്റും ഇറക്കമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയും കൊണ്ട് സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ അതിൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ട് നടന്ന് വരണ്ടാന്ന്, പറഞ്ഞാൽ കേൾക്കുന്നില്ല രണ്ടുപേരും. ആ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയത്. അത്രയ്ക്ക് ബെറ്ററായിട്ടൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ശ്രീനുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശ്രീകുട്ടി ഭംഗിയില്ല എന്നല്ല, പക്ഷെ ഫോട്ടോയിൽ ശരിക്കാണ്ട് കിട്ടിയില്ല. ഫോട്ടോ എടുക്കാനുള്ള സാധനമാണ്. അത് മനസ്സിലായി. അവിടെ നിക്ക അപ്പയ്ക്കും പോയി. അവന്റെ കൂടെ ഇതൊക്കെ ശതമ അങ്ങനെ ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിലെത്തിയിട്ടോ. ശിവൻ്റെ അമ്പലത്തിലെത്തി കുറച്ച് നേരം തൊഴുത്തിറങ്ങിയപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നട അടച്ചു കേട്ടോ. പക്ഷെ അമ്മ അതിൻ്റെ ഉള്ളിൽ പോയിട്ടു. നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞുമോളാണെങ്കിൽ ഫ്രണ്ട്സിനെ കാണാനുള്ള പൊരിച്ചില്ല. അവർ ശരിക്കൊരു ഫോട്ടോ എടുക്കാൻ ഒന്നിനും പറ്റിയില്ല കേട്ടോ. എനിക്ക് ശരിക്കും സങ്കടമായി കേട്ടോ. പിന്നെ കുഞ്ഞുമോളും ശ്രീകുട്ടിയും കൂടി അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ പോയി. ഞാനും ശ്രീനും കൂടി അമ്പലത്തിൻ്റെ മുന്നിൽ പോസ്റ്റ് അടിച്ച് നിന്നു അമ്മ വരുന്നവരെ. അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറച്ച് മാവൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ പെട്ടില്ല. ശ്രീനുവിനാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റത് കാരണം അവർക്ക് ഭയങ്കര വാശി. ഇടയ്ക്ക് ഇതുപോലുള്ള കോപ്രായങ്ങളൊക്കെ നോക്കി എന്തൊക്കെയോ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഞാനും ശ്രീനും കൂടി ബോറടിക്കാതിരിക്കാൻ കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയൊക്കെ വന്ന് നേരെ തിരിച്ച് ഓട്ടോയിൽ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തി ഞാനും അമ്മയും കൂടി ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കുകയാണ്. ഉച്ചയാകുമ്പോഴേക്കും കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സുനിത് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാനും അമ്മയും കൂടിയൊക്കെ ചെയ്യായിരുന്നു. ഫോണൊന്ന് വിശക്കുമാറോ? ഞാൻ ഫോണ് എൻ്റെ കയ്യിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ ശ്രീകുട്ടി വന്നിട്ട് വിശക്കണമെന്ന് പറയണം. അപ്പോൾ അവൾക്ക് ഫോൺ കൊടുത്ത് അവളുടെ വിശപ്പ് പെട്ടെന്ന് മാറും അത്രേ. ഇതേപോലെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അധികം ഇവിടെ നമ്മുടെ അടുത്താണ് കൂടാറ്. ഞങ്ങൾക്കുണ്ടല്ലോ അധികം വിരുന്നുകാർ വരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇതുപോലെ ചെറിയ രീതിക്കൊക്കെ അങ്ങനെ ആഘോഷിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ മക്കൾ അപ്പോഴേക്കും ഞങ്ങളവിടെ സദ്യ എടുക്കുമ്പോഴേക്കും ഇവിടെ ഒരാൾ കിടന്നുറങ്ങി, മറ്റു രണ്ടാൾ ഫോണിൽ കളിച്ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ ഒരുക്കി കുറച്ച് നേരം ഞാനും അമ്മയൊക്കെ റെസ്റ്റ് എടുത്തു. പിന്നെ എല്ലാവരും വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഹാപ്പി വിഷു ഞാൻ ഉണ്ടായിരിക്കുന്ന അറിയത്തില്ല. ശ്രീകുട്ടിക്ക് ചമ്മണം പടിഞ്ഞിരിക്കാൻ വയ്യ, അതാണ്. അപ്പൊ അച്ഛൻ ചീത്ത അറിയാം. പിന്നെ നമ്മുടെ വീഡിയോ വന്നിട്ട് മൊബൈലിൽ എവിടെയെങ്കിലുമൊക്കെ ചാരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇനി കുറച്ചും കൂടി നല്ല രീതിക്ക് പവറൊക്കെ ആക്കി എടുക്കണം. ഇപ്പോൾ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അതൊക്കെ ശരിയാക്കണം. വേണോ ശ്രീലൊന്ന് ഉറങ്ങി നീറ്റപ്പോ ഉഷാറായിട്ടോ. പിന്നെ ഇതാ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ ഇങ്ങടാ വന്നത് നമ്മളെ വീട്ടിലേക്ക്. പിന്നെ അച്ഛനും മക്കളും കൂടി പാട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഡാൻസൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം, രാത്രിയൊന്നും അത്ര ഉറങ്ങിയിട്ടില്ല.
ഉറങ്ങി എണീച്ചത് ഫ്രഷായ ശേഷം ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. ഞാനും ഏട്ടനും കുട്ടികളും അതുപോലെ തന്നെ സുനിതയും കുഞ്ഞുമോളും ഒക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന സ്ഥലം ഏതാണ് ശരിക്കുള്ള ക്ലിയറായിട്ട് മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. വിഷു ആഘോഷങ്ങളും വിശേഷങ്ങളും ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും നെക്സ്റ്റ് നല്ല വീഡിയോസുമായിട്ട് നല്ല വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.